ഹലോ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയ കുർത്തിയുടെ സ്റ്റിച്ചിങ് ആണ് കാണാൻ പോകുന്നത്. വെറുതെ ഉള്ളൊരു കുർത്തിയാണെങ്കിലും പ്ലെയിൻ ആകേണ്ട ഫ്രണ്ട് വശം ഒരു സ്വല്പം ഡിസൈൻ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ചോക്ക് കൊണ്ട് ഒരു സ്കെയിലിൻ്റെ അകലത്തിൽ ഇങ്ങനെ 3-4 ലൈൻ ഇടുക ആണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലൈനുകളിലൂടെ ലേസ് വെച്ച് അടിക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലൈനുകൾ ഒന്ന് ഇട്ട് വയ്ക്കാം. സെൻറ്ററിൽ ഒരു ലൈനും അതിൻ്റെ സൈഡിലായിട്ട് 2 ലൈനുകളുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ലൈൻ ഇട്ട ശേഷം അതിൻ്റെ താഴ്വശം ഒന്ന് കണക്ട് ചെയ്ത് ഒരു ലൈനൂടെ വരച്ചു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ലേസിൽ ഫില്ല് ചെയ്യുന്നത് കാണാം. സെൻറ്റർ വശത്ത് വയ്ക്കാനായിട്ട് ഞാൻ ഈ റെഡ് കളറ് ലേസാണ് എടുക്കുന്നത്. ഇത് ഫ്ലവേഴ്സാണ്, റെഡ് കളർ ഫ്ലവേഴ്സിൻ്റെ ഒരു ലേസാണ്. അത് സെൻറ്ററിലൂടെ വെച്ചതിന് ശേഷം ഞാൻ ഇത് വൈറ്റായിട്ട് ഇതിനകത്ത് ക്യാമറയിൽ തോന്നുന്നെങ്കിലും സിൽവർ കളറാണ്. സിൽവർ കളറ് 2 ലേസുകൾ ആ ഫ്ലവേഴ്സിൻ്റെ അപ്പുറവും ഇപ്പുറവും വയ്ക്കുന്നുണ്ട്. ആ ശേഷം ഞാൻ റെഡ് കളറ് ഒരു സിക്സാഗ് ലേസ് എടുത്ത് ഇതിനെ ചുറ്റും കവർ ചെയ്തായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സെൻറ്ററിലെ ഇത് അടിച്ചതിന് ശേഷം ചുറ്റുമുള്ളത് വെക്കണം. അപ്പോൾ അതിൻ്റെ തുമ്പിനെ കവർ ചെയ്തുകൊണ്ട് മറ്റേ ചുറ്റും അടിക്കുന്ന റെഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇത് കണ്ടില്ലേ, തയ്ച്ച് കഴിയുമ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇനിയിപ്പം നമുക്ക് കുർത്തി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നെക്ക് അടിച്ച് മറിക്കാനുള്ള 2 പീസ് നമ്മൾ വെട്ടിയായിരുന്നല്ലോ, അതാണ് ഈ പീസുകൾ. അപ്പം നെക്കിനേക്കാളിലും ഒത്തിരി വലിപ്പം കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ലൈനിങ് ഇല്ലാത്തപ്പോൾ ഇച്ചിരി വലിയ പീസ് അങ്ങ് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ്, അതിൻ്റെ അരികുകളൊന്ന് മടക്കി അടിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റിച്ചിങ്. സൈഡ് വശം ഇതുപോലെ ഒറ്റ ഒരു മടക്ക് മടക്കിയാൽ മതി. ഒറ്റ ഒരു മടക്ക് മടക്കി ഇതൊന്ന് അടിച്ചു വിടുക. ഫ്രണ്ടിലും ബാക്കിലും വെക്കാനുള്ള 2 പീസുകളും ഇതുപോലെ നമ്മൾ അരികടിക്കുന്നു. അതിൻ്റെ ആ കർവ് വശം വരുമ്പോൾ പെയ്യെ ഒന്ന് ഷേപ്പാക്കി നല്ലതായിട്ടൊന്ന് അടിച്ചു വിടുക. ഇനി നെക്കാണ്. ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അടിച്ച് മറിച്ച ആ പീസ് എടുത്ത് ഇതേപോലെ നെക്കിൻ്റെ നല്ല വശത്തേക്ക് അടിച്ച് മറിച്ചതിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ വെക്കുക. നമ്മൾ ആ നെക്ക് വെട്ടിയപ്പോൾ ആ ഒരു ബാൻഡ് പോലെ ഇരിക്കുന്നതുകൊണ്ട് അകന്നൊന്നും പോകത്തില്ല. നടുക്ക് ഈ കറക്റ്റ് സെൻറ്ററിൽ വെക്കുക എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഇത് കണ്ടില്ലേ, ഈ നെക്ക് വെട്ടിയത് നമുക്ക് കാണണമല്ലോ. ആ നെക്ക് വെട്ടിയത് കാണാവുന്ന പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് വളരെ പതിയെ വേണം നെക്ക് അടിക്കാൻ. കാരണം ആ വളവൊക്കെ ഷേപ്പ് നമ്മൾ വളരെ പെയ്യെ അടിച്ചു വിടുക. ആ തയ്യൽ തുമ്പ് എല്ലായിടത്തും ഒരേപോലെ കറക്റ്റ് നമ്മൾ ട്രസർ ഫൂട്ടിൻ്റെ ആ ഒരു കാലിൻ്റെ ഒരു അകലം ഒരു ഇച്ചിരിയും കൂടെ നോക്കിയാൽ മതി. ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വിട്ടടിക്കുക. അപ്പം നമുക്ക് നമ്മൾ വെട്ടിയേക്കുന്ന ഷേപ്പ് കറക്റ്റ് ആയതുകൊണ്ട് അതേ നല്ല റൗണ്ടിൽ തന്നെ നെക്ക് കിട്ടും. അഥവാ ഷേപ്പ് എവിടെയെങ്കിലും പോരാന്നെങ്ങാനും തോന്നുവാണെങ്കിൽ ഒരു അടിപ്പും കൂടെ അടിച്ച് അത് ക്ലിയർ ആക്കി എടുക്കുക. ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ശേഷം ഈ അടിപ്പടിച്ചതിന് ശേഷം ഇതുപോലെ ആ ഒരു തയ്യൽ തുമ്പ് ഇട്ട് 2 പീസിലും ആ ഒരു തയ്യൽ തുമ്പ് ഇട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം ഈ കർവ് ഭാഗങ്ങളിൽ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൽ തട്ടുകേലാത്ത പോലെ ഇതേപോലെ കർവ് ഭാഗത്ത് അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ കട്ടുകൾ കൊടുക്കുക. സ്റ്റിച്ചിങ് വരെ കയറി പോകല്ലോ, അങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് പോകുമല്ലോ. സ്റ്റിച്ച് കയറാതെ ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ ചുളിവുകൾ വരും. ഇങ്ങനെ ആകുമ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നെക്ക്. അതിനാണ്. ശേഷം ഇതേപോലെ തിരിച്ചിട്ട് ഇങ്ങനെ കോട്ടൺ ആയതുകൊണ്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുമ്പം തന്നെ നന്നായിട്ടിരിക്കും. നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവ് വരും. അപ്പം കോട്ടണിലൊന്നും അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരാവശ്യമേ വരുന്നില്ല. കാരണം നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റിച്ചല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നെക്കിന്. ഇതൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. പതിച്ചടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, വെളിയിൽ കൂടെ സ്റ്റിച്ച് വന്നാൽ ഒരു പെർഫെക്ഷൻ കുറവ് വരും. അതുകൊണ്ട് നമ്മൾ മറിച്ചടിച്ച് ആ ഒരു പീസിലേക്ക് സ്റ്റിച്ച് വരുന്ന പോലെ ഉൾഭാഗത്തു കൂടെയാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് പോകുന്നത്. ഈ നിറം കാണാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇതേ സെയിം കളർ ത്രെഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് കാണിച്ചെങ്കിലും അത് പക്ഷേ ക്ലിയർ ആകുമെന്ന് തോന്നില്ല. നമ്മൾ ആ വെച്ചടിച്ച പീസിലേക്കാണ് നമ്മൾ സ്റ്റിച്ചിങ് പോകുന്നത്. നമ്മുടെ തയ്യൽ തുമ്പ് അകത്തുനിന്ന് മറ്റേ ഈ വെച്ചടിച്ച പീസിലേക്ക് വരുന്ന പോലെ വെച്ചുകൊണ്ട് ഒന്ന് പതിച്ചടിച്ച് വിടുന്നുണ്ട്. ഒന്ന് ഒതുങ്ങിയിരിക്കാൻ, കഴുത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒന്നുകൂടെ ഒരു ബലമാകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ശേഷം തിരിച്ച് അങ്ങ് പതിച്ച് വെച്ചാൽ മതി. ഉള്ളിലൂടെയുള്ള അടിപ്പൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനായിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് നെക്കൊന്ന് പിടിച്ച് വയ്ക്കുക.
പിന്നെ ഒരു സ്റ്റിച്ച് കൂടെ വരുമ്പോൾ കഴുത്തിന് നല്ല ബലം കിട്ടും, പെട്ടെന്നൊന്ന് കീറിയൊന്നും പോകാതിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് തയ്ക്കണം. ബാക്ക് നെക്ക് തയ്ച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ. അപ്പം നമുക്ക് ബാക്ക് നെക്കും ഇതേപോലെ തന്നെ പീസ് വെച്ചൊന്ന് തയ്ച്ചെടുക്കുകയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ബാക്ക് നെക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷോൾഡറാണ് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെക്ക് രണ്ടും ഒന്ന് നല്ലതായിട്ട് പ്രസ് ചെയ്ത ഷേപ്പിലൊന്ന് ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം ഉള്ളിൽ നമ്മൾ മടക്കി അടിച്ച ആ പീസുണ്ടല്ലോ, ആ പീസിൻ്റെ ഷോൾഡർ നമ്മളിങ്ങനെ ചരിച്ച് വെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അവിടെ ഒരു സ്വല്പം ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ നീളം കൂടുതൽ കാണും. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. കാരണം നമ്മൾ ആ മടക്കി അടിക്കാൻ അകത്തേക്ക് വെച്ച പീസ് നമ്മളങ്ങനെ ഷോൾഡർ ചരിച്ച് വെട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. രണ്ട് പീസിലേതും അങ്ങനെ അതേപോലെ ഒന്ന് വെക്കുക. ശേഷം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ നല്ല വശവും ഇങ്ങനെ ഉൾഭാഗത്താക്കി വെക്കുക. ചീത്ത വശങ്ങളാണ് രണ്ട് വെളിയിൽ ഭാഗത്ത് വരേണ്ടത്. ഇങ്ങനെ അതേപോലെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇപ്പം വെച്ചേക്കാണ്. നമ്മൾ മറിച്ചടിച്ച പീസാണ് ഈ വെളിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ രണ്ടും ഒരേപോലെ വെക്കുക. കറക്റ്റ് ഷോൾഡറിൻ്റെ ആ നെക്കിൻ്റെ പോർഷനിലും ഷോൾഡർ മറ്റേ രണ്ട് വശവും ഒരേപോലെ വെച്ച ശേഷം ഇതിപ്പോൾ ബാക്കിലെ പീസാണ് അടിയിലിരിക്കുന്നത്. അതിൻ്റെ ആ മറിച്ചടിച്ച പീസ് ഉണ്ടല്ലോ, ആ മറിച്ചടിച്ച പീസ് ഫ്രണ്ടിലെ പീസാണ് മേളിൽ ഇരിക്കുന്നത്. അതിനെ ഇങ്ങനെ ചുറ്റി കവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ച് ലെവലിൽ ഇങ്ങനെ എടുക്കണം. ബാക്കിൽ മറിച്ചടിച്ച പീസാണ് ഫ്രണ്ടിലത്തെ പീസിനെ ചുറ്റി കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഷോൾഡർ ഒരേപോലെ ഇരിക്കണം കേട്ടോ. അതിങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങനെ ചുറ്റി എടുക്കാൻ. ചുറ്റിയെടുത്ത് ഇങ്ങനെ ഷോൾഡർ ഒരേ ലെവലിൽ തന്നെ പിടിക്കുക. പിടിച്ച ശേഷം ഇതേപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഷോൾഡർ ചേർത്ത് അടിക്കുമ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൈ പിടിപ്പിക്കുന്ന അവിടേക്ക് അടിച്ച് നിൽക്കുക. അല്ല എങ്കിൽ തിരിച്ച് കൈ പിടിപ്പിക്കുന്ന അവിടെ നിന്ന് തുടങ്ങി നെക്കിൻ്റെ അവിടേക്ക് വരെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മളിത് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കൈ പിടിപ്പിക്കുന്ന അവിടെ നമ്മുടെ തയ്യൽ തുമ്പ് ഒരേപോലെ ആണോ എന്ന് നോക്കുക. ചിലപ്പോൾ ഒരു സ്വല്പം കയറ്റി ഇറക്കം നമ്മൾ പിടിപ്പിക്കുന്നതിൻ്റെ അനുസരിച്ച് കാണും വരുവാണെങ്കിൽ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. നെക്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങി മറ്റേ സ്ലീവിൻ്റെ അവിടേക്കാണ് സ്റ്റിച്ചിങ് ഞാൻ സാധാരണ അടിക്കാറുള്ളത്. അതേപോലെ മറ്റേ അടുത്ത ഷോൾഡറും അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിലത്തെ ആ മറിച്ചടിച്ച പീസ് ഫ്രണ്ടിലേക്ക് കവർ ചെയ്ത് വെച്ച് അടിച്ച് ഇങ്ങനെ എടുക്കുക. അടിച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം അതൊന്ന് വലിച്ച് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തുമ്പുണ്ടല്ലോ, തുമ്പ് കാണത്തില്ലാത്ത ആ നെക്കിൻ്റെ അവിടെ തുമ്പ് തള്ളി നിൽക്കത്തില്ലാത്ത പോലെ ഇങ്ങനെ വരും. അതിനാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് അടിക്കുന്നത്. അത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ഞാൻ കാണിക്കാതെ എങ്ങനെയാണ് തിരിച്ചിടുന്നതെന്ന്. ആദ്യം ഒന്ന് കണ്ടത് ക്ലിയർ ആയില്ല എങ്കിലാണ് ഈ രണ്ടാമത്തെ ഒന്നുകൂടെ ഞാനിങ്ങനെ കാണിക്കുന്നത്. ഒരു ഷോൾഡർ അടിക്കുമ്പോൾ ഒരു രണ്ടടിപ്പേലും അടിക്കണം കേട്ടോ, എന്നാലേ ഒരു ബലമാകുള്ളൂ. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇത് കണ്ടല്ലോ, ഇങ്ങനെ വലിച്ചെടുക്കുമ്പം ഉണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. വലിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ ആകാവശത്ത് ആ ഒരു തുമ്പ് കഴുത്തിൻ്റെ അതുവഴി തള്ളിയിരിക്കാതെ ഇരിക്കും. അങ്ങനെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. നെക്കിൻ്റെ ആ ഷോൾഡർ അടിക്കുന്നത് നീറ്റാകുന്നത് ഇങ്ങനെ അടിക്കുമ്പോഴാണ്. വെറുതെ രണ്ട് ഷോൾഡറൂടെ കൂട്ടി അടിക്കുന്നതിലും വൃത്തിയായിട്ട് കിട്ടുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോൾഡർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നെക്കിന് മുകളിലൂടെ ഒരു അടിപ്പ് കൊടുക്കാം. പക്ഷേ ഞാൻ ഇപ്പം ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ കൊടുക്കുകയല്ലോ, ഇപ്പോഴങ്ങനെ കൊടുക്കുകയല്ല. കാരണം പുറത്തൂടെ ഒരു അടിപ്പ് വരുന്ന ഒരു ഫിനിഷിങ് കുറവ് പോലെ തോന്നും. അതേസമയം ഇങ്ങനെ ചേർത്ത് ഇതൊക്കെ കോട്ടൺ അല്ലേ, ഇതിൻ്റെ പുറത്തൂടെ അടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒന്നുകൂടെ ഒരു ഭംഗി. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടായതുകൊണ്ട് വലിയ ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അകത്തെ ആ മറിച്ചടിച്ച പീസ് ഇതിൻ്റെ ആ ഒരു നമുക്ക് കയ്യിൽ അറിയാമല്ലോ അത് എവിടെ വരെയാണ് ഉള്ളതെന്ന്, ആ ഒരു ഇതിൻ്റെ ആ തുമ്പിലൂടെ ഇങ്ങനെ പുറത്തൂടെ അങ്ങ് അടിച്ചങ്ങ് വിടുകയാണ്. അല്ലാതെ കൈത്തയ്യൽ തയ്ച്ച് നല്ല ഡ്രസ്സാകുമ്പോൾ നമ്മൾ കൈത്തയ്യൽ തയ്ച്ചേ വയ്ക്കാവുള്ളൂ. ഇങ്ങനെ മെഷീനിൽ അടിച്ചാലൊരു ഭംഗി കാണുമല്ല. ഇതങ്ങ് മെഷീനിൽ അടിച്ച് ചുമ്മാ ഇടാനുള്ളതായതുകൊണ്ട് വെറുതെ മെഷീനിൽ അടിച്ച് തന്നെ അങ്ങ് ഡ്രസ്സിനോട് ചേർത്ത് വയ്ക്കുകയാണ്. ഇതാണിപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് വെട്ടത്തിൽ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഞാൻ മെഷീനെ തന്നെ അടിച്ചങ്ങ് വിടുവാണ്. ഇതിൽ ഇത്രയും ഡിസൈൻ ഉള്ളതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് കളർ സ്റ്റിച്ചിങ് പോകുന്ന അത്ര കുറച്ചൊക്കെ അറിയാം. എന്നാലും സാരമില്ല, വീട്ടിലൊക്കെ ഇടാനായതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ച് കണ്ടില്ലേ. ഇതിലെ ഒരു ചെറിയ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ പോകുന്ന കാണാം അടുത്ത് പിടിച്ച് നോക്കിയാൽ, അല്ല എങ്കിൽ അറിയത്തേ ഇല്ല. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്ലീവിൻ്റെ തുമ്പ് നമുക്ക് മടക്കി അടിക്കാനുണ്ട്. തുമ്പ് നമ്മൾ ഒരു
ഒരു മടക്കി ആദ്യമായിട്ടൊക്കെ അടിക്കുന്നവർക്ക് ശരിക്കും മടക്കി അടിക്കാൻ അറിയത്തില്ല എങ്കിൽ ആദ്യം ഒരു മടക്കി അടിക്കുക, പിന്നെ അടുത്ത ഒരു മടക്കി അടിക്കുക. ഞാനിവിടെ ഇതിപ്പോൾ ഒരു ലേസ് കൂടെ വെക്കുന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ആ ഒരു ലേസിൻ്റെ സിക്സാഗ് ലേസാണ് വെക്കുന്നത്. അതിൻ്റെ ഫുള്ള് ഇങ്ങനെ അറിയത്തില്ല എങ്കിൽ വെറുതെ ഒന്ന് അടിച്ച് കഴിഞ്ഞതിന് മണ്ടയിൽ കൂടെ അങ്ങ് അടിച്ചാലും മതി. ഞാനിതിങ്ങനെ സിക്സാഗ് ലേസിൻ്റെ ഒരു പകുതി വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായതുകൊണ്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒറ്റ ഒരു മടക്ക്, തേരുവശമാണ് തുമ്പായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒറ്റ ഒരു മടക്കായിട്ട് ആ സിക്സാഗ് പകുതി വെളിയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആദ്യം ഒരു അടിപ്പടിക്കും. അടിച്ചതിന് ശേഷം അതൊന്ന് തിരിച്ചടിക്കുമ്പോൾ ആ സിക്സാഗ് മാത്രം വെളിയിലേക്ക് തള്ളി നിൽക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അടിപ്പ് അടിച്ചു, അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുണ്ട് ഇങ്ങനെ ഇതേപോലെ പിടിച്ച് തിരിച്ചൊന്ന് വെച്ച് കഴിയുമ്പോൾ കണ്ടില്ല ഈ സിക്സാഗിൻ്റെ പകുതി ഇങ്ങനെ വെളിയിലേക്ക് തുമ്പായിട്ട് നീണ്ടി വരുന്ന അതേ രീതിയിലാണ് ബാക്കി. എന്നപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചു വിടുകയുള്ളൂ. അങ്ങനെയാണ് സ്ലീവിൻ്റെ തുമ്പ് ഞാൻ അടിക്കുന്നത്. ശേഷം സ്വല്പം ഇപ്പുറത്തുകൂടി ഒരടിപ്പും കൂടെ ഞാൻ അടിച്ചു വിടുന്നുണ്ട്. ഇനിയിപ്പം സ്ലീവ് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ടിലെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ എടുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ, അതപ്പോൾ നോക്കണം ആ ഫ്രണ്ട് വശം ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഇതേപോലെ വെക്കണം. നമ്മൾ സ്ലീവ് എപ്പോഴും അറ്റാച്ച് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് സൈഡിലേക്കാണ്. അപ്പോൾ ഈ സെൻറ്ററിലൊരു നേരെ നടുക്ക് വെച്ച് മടക്കമുണ്ടെങ്കിൽ അതായാലും മതി, അല്ല എങ്കിൽ സെൻറ്റർ തിരിച്ചറിയാൻ ഒരു നോച്ച് നമ്മൾ കൊടുക്കുക. ആ നോച്ച് നമ്മൾ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചുമായിട്ട് ഒരേ ലെവലിൽ ഒരേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. എപ്പോഴും ഫ്രണ്ട് വശം മാറിപ്പോകാതെ ഇരിക്കുക, ഫ്രണ്ട് വശം ഫ്രണ്ടിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആദ്യം ഈ ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു വെട്ടിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ കൈക്കുഴിയുടെ ആ വളവിനനുസരിച്ച് സ്ലീവിൻ്റെ ഇതും വെച്ച് ഇങ്ങനെ ചേർത്ത് ഒരേപോലെ വെച്ചിട്ട് വേണം. നമ്മൾ ഒരിക്കലും തുണി വലിക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ തുണി സ്ലീവ് വെച്ചിട്ട് സ്ലീവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തയ്ച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് ശരിയാകത്തില്ല. ഒരിക്കലും ആ ഒരു വലിവ് വരാതെ ഒരേപോലെ അങ്ങ് വെച്ചിട്ട് അങ്ങ് തയ്ച്ചാൽ മതി. തുണി വലിക്കാതെ വേണം നമ്മൾ തയ്ക്കാൻ. വലിച്ചാൽ ചുളിവ് വരും കേട്ടോ. വലിക്കാതെ ഇതേപോലെ അടിക്കുക. ഒന്നടിച്ചങ്ങ് താഴെ വരെ പോയി കഴിഞ്ഞ് തിരിച്ച് ആ വഴി തന്നെ അടിക്കുക. എന്നപ്പം 2 സ്റ്റിച്ചിങ് വരികയും ചെയ്യും. പിന്നെ ഇനി ശേഷം ഇത് സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഇനിയിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങേ വശം കൂടെ അടിച്ചു വിടുക. അതും താഴെ വരെ എത്തിയ ശേഷം അതും തിരിച്ച് നടുക്ക് വരെ അങ്ങനെ നമ്മൾ നടുക്ക് കൊണ്ടാണ് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്ലീവിന് 2 സ്റ്റിച്ചും വരും. സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് അറ്റാച്ച് ആകുകയും ചെയ്യും. ഇതുണ്ട്, ഇപ്പം നമുക്ക് ഭംഗിയായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെ തുമ്പ് തൊട്ട് സ്ലീവിൻ്റെ വണ്ണം, താഴത്തെ വണ്ണം ഉണ്ടല്ലോ, നമ്മളെടുത്തത് 9.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അതായത് 4.25 മതി. ഞാൻ ഇടയ്ക്ക് അളവെടുത്തപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലായിരുന്നു എടുത്തത്. കാരണം എനിക്ക് 9.5 നല്ലായിരുന്നു കണക്കെടുത്തത്. അതുകൊണ്ട് ഞാൻ വരച്ചത് മാർക്കിങ് ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാനിതിപ്പം 4.5 എവിടെ വേണം വരുന്നതെന്ന് കറക്റ്റ് അളന്നെടുത്തിട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പം 4.25 ഇവിടുന്ന് അളന്ന് നമ്മൾ ഈ സ്റ്റിച്ചിങ് പോകാൻ വേണ്ടി ഒരു വരവ് വരച്ചായിരുന്നല്ലോ. നമ്മുടെ ഷേപ്പും ചെസ്റ്റിൻ്റെ വണ്ണം എല്ലാം അനുസരിച്ച് ആ വര വരച്ച് ആ വരയിൽ കൂടി ഇനി അങ്ങ് അടിച്ചു വിട്ടാൽ മതി, ഒന്നും നോക്കാനില്ല. ഇവിടുത്തെ 4.25 എന്നുള്ളത് മാത്രം ഒരു വ്യത്യാസം ഞാൻ വരുത്തിക്കുന്നുള്ളൂ. അതിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ വണ്ണം കൊടുത്തിരിക്കുന്ന അതേപോലെ ഇങ്ങനെ അടിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ലിറ്റിൻ്റെ പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്ലിറ്റിൻ്റെ അവിടെ വരെ ആണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ആ സ്ലിറ്റിൻ്റെ അവിടെ വരെ നമ്മൾ ഇതേപോലെ അടിച്ച് സ്ലിറ്റിൻ്റെ അവിടെ ഒരു 2-3 സ്റ്റിച്ചിങ് അടിച്ച് ഉറപ്പ് വരുത്തി നിർത്തുക. ശേഷം 2 വശം തയ്ച്ച് കഴിഞ്ഞ് നമ്മുടെ വണ്ണമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഒരു 2-3 അടിപ്പുകൾ നമുക്ക് സൈഡിൽ കൂടെ കണ്ടില്ലേ, സ്റ്റിച്ചിൻ്റെ അവിടെ വരെ സ്ലിറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് നമ്മൾ ഇതേപോലെ അടിച്ച് ഒരു 2-3 അടിപ്പ് അടിച്ച് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെ അപ്പുറേ വശം തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ണമൊക്കെ കറക്റ്റാണോ എന്ന് ഇഞ്ചി ടേപ്പിൽ ഒന്ന് നോക്കുക. ചെസ്റ്റിൻ്റെ വണ്ണമൊക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഉള്ളിലോട്ട് 2-3 അങ്ങനെ അടിച്ചിടാം. നമുക്ക് എക്സ്ട്രാ വണ്ണം കൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 2-3 അടിപ്പ് കൂടി അടിച്ചിടാവുന്നതാണ്. സൈഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഡാർക്ക്, അതായത് പുറകിലുള്ള ടക്കുണ്ടല്ലോ, നമുക്ക് ഷേപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി ആ ടക്ക് ഇടുന്നത് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ആ മാർക്ക് ഇടുകയും അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ഇതിനകത്ത് കാണിച്ചില്ലായിരുന്നു. അതിനെ പറ്റി അറിയത്തില്ലാത്തവർക്ക് ഞാൻ
ഇതിനോടൊപ്പം തന്നെ ഡാർട്ട് മാർക്കിങ് വിശദമായിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ചേർത്തേക്കാം. ഡാർട്ടിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഡാർട്ടിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് ക്ലിയർ ആകാം. ആ ഡാർട്ട് തയ്ച്ചതിന് ശേഷമാണ് ഈ സൈഡ് അടിച്ചാൽ മതി. ഇവിടെ വരെ കൊണ്ടുവന്നാണ് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിർത്തിയിരുന്നത്, സ്ലിറ്റിൻ്റെ അവിടെ. ഇനിയിപ്പം താഴേക്ക് സ്ലിറ്റാണ് അടിക്കുക. സ്ലിറ്റ് അടിക്കാനായിട്ട് നമ്മുടെ ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് അപ്പുറേക്കും ഇപ്പുറേക്കും മടക്കി ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 ഇഞ്ച് വീതിയാണ് സ്ലിറ്റ് അടിക്കാൻ കൊടുത്തിരുന്നത്. അതേപോലെ ഇങ്ങനെ വീതി ഇങ്ങനെ മടക്കി ഇടുക. നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടെ കഴിഞ്ഞിട്ടുള്ള ഭാഗം സ്ലിറ്റിൻ്റെ അവിടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇടുക. ഒറ്റയൊരു മടക്ക് ആദ്യം മടക്കിയാൽ മതി. ഞാൻ ഇതേപോലെ ഒറ്റ മടക്ക് മടക്കിയാണ് തയ്ക്കുന്നത്. ഒറ്റ മടക്ക് മടക്കിയ ശേഷം ഇതിപ്പോൾ ഒറ്റൊരു പാളിയായിട്ട് എടുത്തിട്ട് ആ ഒറ്റ മടക്ക് മടക്കി അതിൻ്റെ തുമ്പിലൂടെ ഞാനങ്ങ് അടിച്ചു വിടുകയാണ്. അങ്ങനെ അടിക്കുന്നതാണ് എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത്. 2 മടക്ക് മടക്കി ആ സൈഡിൽ കൂടെ അടിക്കുന്നതിനേക്കാളും ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുന്നതിനേക്കാളും എളുപ്പം ഇതേപോലെ ഒറ്റ ഒരു മടക്ക് മടക്കി തുമ്പിലൂടെ ഞാൻ ആദ്യം അടിച്ചു വിടും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് വേണം. അത് വളവോ ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ. ഈ സ്ലിറ്റ് അടിക്കുമ്പോഴും നമ്മൾ ഓർക്കുക, തുണി വലിച്ച് പിടിച്ചൊന്നും തയ്ക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി അങ്ങ് അടിക്കുകയോ ചെയ്യാവുള്ളൂ. തുണി പിടിച്ച് വലിക്കരുത്. ഒരിക്കലും വലിച്ചു കഴിഞ്ഞാൽ ഒരു വേണ്ടി പൊളഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് നേരെ ഇങ്ങനെ വെച്ചങ്ങ്, കോട്ടൺ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരത്തില്ല, മടക്കിയ പോലെ ഇരിക്കും. അതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒറ്റ ഒരു മടക്ക് മടക്കി അടിക്കുക. അടിച്ച് കൊണ്ടുവന്ന് മുകളിൽ നമ്മൾ ആ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ 2 മുന്നിലത്തെ പുറകിലത്തെ ക്ലോത്ത് കാണുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ആ 2ൻ്റെ ആ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നീഡിൽ ഇറക്കി കൊണ്ടുവന്ന് കുത്തി നിർത്തുക. ആ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തി ഇങ്ങനെ നിർത്തിയ ശേഷം ഈ ക്ലോത്ത് തിരിക്കുക. ക്ലോത്ത് തിരിച്ച ശേഷം ഇപ്പറേ വശത്തെ സ്ലിറ്റിലേക്ക് അടിക്കാനായിട്ടും, അതും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു മടക്ക് മടക്കി വെച്ചിട്ടുള്ള ആ 1 ഇഞ്ച് വീതി കൊടുത്തിരുന്ന ആ മടക്ക് മടക്കിയതിൻ്റെ ടിപ്പിലൂടെ മാത്രമാണ് ഇങ്ങനെ അടിച്ചു വിടുന്നത്. ആ ടിപ്പ് മാത്രം ഇങ്ങനെ അടിച്ചു വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ആ സൈഡിൽ 2 അടിപ്പ് അടിക്കുമല്ലോ, അതിലെ ആ രണ്ടാമത്തെ അടിപ്പാണ് നമ്മളിപ്പോൾ അടിച്ച് പോകുന്നത്. ഇനിയിപ്പം ഈ തുമ്പിലൂടെയുള്ള അടിപ്പ്, ആ തുമ്പിലൂടെയുള്ള അടിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇനിയിപ്പം മടക്കി നമുക്ക് ഇപ്പുറത്തൂടെയുള്ള രണ്ടാമത്തെ അടുപ്പ് മാറ്റി അടിക്കാനുള്ള അടുപ്പ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടല്ലേ, ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വീതിക്ക് മടക്കി ഇങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ആ തുമ്പിലൂടെയുള്ള അടുപ്പ് അടിച്ചത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ വളഞ്ഞോ പൊളഞ്ഞോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രയാസവും ഇല്ലാതെ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് ഇതിങ്ങനെ മടക്കി വെച്ച് ഇനിയിപ്പോൾ രണ്ടാമത്തെ അടുപ്പ് അടിച്ച് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏതൊരു ക്ലോത്ത് ആണെങ്കിലും ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിക്കാൻ പറ്റും. സ്ലിറ്റ് തയ്ക്കുമ്പോൾ ശരിയാകുന്നില്ല എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊരു എളുപ്പമാർഗ്ഗമാണ്. സ്ലിറ്റ് തയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. കണ്ടില്ലേ, ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ലിറ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഉറപ്പായിട്ട് ഈ ഒരു രീതി തന്നെ പരീക്ഷിച്ചാൽ മതി. നല്ല എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു വശത്തെ തയ്ച്ചിട്ട് അടുത്ത സ്ലിറ്റിലോട്ട് കടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ സ്ലോ ആയിട്ട് തയ്ച്ച് ഈ പറഞ്ഞ പോലെ ആ സെൻറ്റർ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സൂചി കുത്തി നിർത്തുക. സൂചി കുത്തി നിർത്തി ക്ലോത്തിൽ നിന്ന് പോരുകയില്ലാത്ത പോലെ കുത്തി നിർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചുകൊണ്ട് അടുത്ത സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അടുത്ത സ്ലിറ്റിൻ്റെ ആ തുമ്പ് ഇനി മടക്കാനുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം പ്രഷർ ഫുട്ട് താഴ്ത്തി ഇത് ഇപ്പുറത്തെ സ്ലിറ്റിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെയും അതുകൂട്ട് തന്നെ സൂചി കുത്തി ഇറക്കി നിർത്തിയതിന് ശേഷം ഇനി താഴേക്കാക്കിക്കൊണ്ട് ബാക്കി ഭാഗം കൂടെ മടക്കിക്കൊണ്ട് ഇനി അടിച്ചു വിടുക. അത്രേ മാത്രമേ ഉള്ളൂ. സിമ്പിളല്ലേ? സ്ലിറ്റ് ഈ രീതിയിലൊന്ന് അടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്, ഇതുവരെ സ്ലിറ്റ് അടിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ എങ്ങനെയുണ്ട്, ഒത്തോ ഇല്ലയോ എങ്ങനെയുണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ സ്ലിറ്റ് അടിക്കുമ്പോൾ എളുപ്പമാണോ എന്ന്. എനിക്ക് ഇങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും അടിവശം മടക്കി അടിക്കാൻ ഇതേപോലെ 2 മടക്കിയ ശേഷം നമ്മൾ ഇങ്ങനെ താഴെ നിന്നൊന്ന് തുടങ്ങി മുകളിലേക്ക് കൊണ്ടുവന്ന് തുമ്പിലൂടെ അടിക്കുന്നതാണ് നല്ലത്. ഇത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു തവണ മടക്കി അടിച്ചിട്ട് ശേഷം രണ്ടാമത് ഒന്നുകൂടെ മടക്കി അടിക്കുക. അല്ല, ഈ കോട്ടണിലൊന്നും അങ്ങനൊന്നും വലിയ പ്രയാസമില്ലെന്ന്. നമ്മൾ മടക്കിയ പോലെ ഇരിക്കുന്നതുകൊണ്ട് 1 മടക്കി 2 മടക്കി
ഒന്ന് കൈ കൊണ്ടൊന്ന് തൂത്ത്, അതും പറഞ്ഞ പോലെ വലിക്കരുത്, ക്ലോത്ത് വലിക്കരുത്. നമ്മൾ തയ്ക്കുമ്പോൾ ഒരിക്കലും ഈ മടക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ തയ്ക്കുന്നവർക്ക് ഈ മടക്കി പിടിച്ച് വലിച്ച് പിടിച്ചുകൊണ്ട് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം വളവളാന്ന് വളഞ്ഞിരിക്കും. അതുകൊണ്ട് വലിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൈ കൊണ്ടൊന്ന് തൂത്ത് വെച്ചാൽ മതി. തൂത്ത് വെച്ച ശേഷം അങ്ങ് അടിച്ചു വിടുക. അങ്ങനെ ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്ന് അതും ഇതുപോലെ തന്നെ കുത്തി നിർത്തിക്കൊണ്ട് പിന്നെ താഴേക്ക് ഒന്നടിച്ച് പിന്നെ ടിപ്പിലൂടെയുള്ള അടിപ്പ് ഇങ്ങനെ അങ്ങ് അടിച്ചു വിടുക. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെ തയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഒരു കുർത്തി തയ്ക്കാൻ. സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ സൈസൊക്കെ അനുസരിച്ച് നമ്മളെടുത്ത സൈസിൽ തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കണ്ടോ. ഇനി ഫൈനലായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നൂലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ നൂലൊക്കെ പൊങ്ങി നിൽക്കാം. സ്റ്റാർട്ട് ചെയ്തെടുത്തോ എൻഡ് ചെയ്തെടുത്തോ ഒക്കെ നൂല് പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കുക. നമ്മൾ ചെയ്ത വർക്കൊന്ന് നീറ്റാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഞാൻ ഈ 1 ഇഞ്ച് ലൂസ് ഇട്ട് കഴിയുമ്പം നമുക്ക് ഇത്രയും ഒരു ഷേപ്പിലാണ് കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, ഇത്രയും ഒരു ഗ്യാപ്പ്. കാരണം ഇതിൽ കൂടുതൽ ടൈറ്റായിട്ട് വേണ്ടവർക്ക് 1/2 ഇഞ്ച് തൊട്ട് ഇട്ടാൽ മതി. ഇത് ഒന്നാമത് ഞാൻ ചുരുങ്ങുന്ന ഒരു തുണിയും കൂടെ ആയതുകൊണ്ട് കോട്ടൺ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാം. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് തന്നെ ഇട്ടേക്കുന്നത്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതേവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.